എബ്രഹാം ലിങ്കൻ അധികാരമേൽക്കുന്നതിന് മുമ്പാണ് അന്ന് ആഭ്യന്തര സംഘർഷം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നത്. കർത്തവർഗക്കാരുടെ സ്വാതന്ത്ര്യം നൽകണമോ തുല്യത നൽകണമോ എന്നതിനെ പറ്റി ഈസ്റ്റേൺ സ്റ്റേറ്റുകളും വെസ്റ്റേൺ സ്റ്റേറ്റുകളും തമ്മിലൊക്കെ ഉള്ള ആ തർക്കം മുറിയിരിക്കുന്നു. ആ സമയത്ത് കാൻസാസിൽ ഒരുപാട് പേര് കൊല്ലപ്പെടുന്നു ഈ പ്രശ്നത്തിൻ്റെ പേരിൽ. അപ്പോൾ അന്ന് അതിനെപ്പറ്റി പറഞ്ഞിരുന്നത് ബ്ലീഡിങ് കാൻസാസ് എന്നാണ്. ആ കാലത്തെ പേര് പറഞ്ഞിരുന്നത് ബ്ലീഡിങ് കാൻസാസ് എന്ന് പറഞ്ഞ പോലെ ഇപ്പം ബ്ലീഡിങ് മിനസോട്ട എന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. മിനസോട്ടയിലിപ്പം ഒരു പെങ്കൊച്ചിനെ കഴിഞ്ഞ ആഴ്ച വെടിവെച്ച് വന്നു. ഇതിപ്പം ഇന്നലെ മറ്റൊരാളെ വെടിവെച്ച് വന്നു. അയാളാണെങ്കിൽ ഇവരാരും കുറ്റവാളികളോ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തവരോ അല്ല. അപ്പോൾ ഇന്നലെ കൊന്നയാൾ ഒരു എമർജൻസി റൂമിൽ ജോലി ചെയ്യുന്ന നേഴ്സാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അയാളെ സംബന്ധിച്ചുള്ള പ്രശ്നം. അപ്പോൾ ആ തോക്ക് ഇയാളെ ഓൾറെഡി ഈ ഐസ് അധികൃതർ ഇയാളെ നിലത്ത് പിടിച്ചു കിടത്തി, കാലും ഒക്കെ പിടിച്ചു കെട്ടുകയല്ല അവർ പിടിച്ചിരിക്കുന്നു കയ്യും. അപ്പോഴാണ് ഇയാളുടെ കയ്യിലൊരു തോക്ക്, ഇയാളുടെ ശരീരത്തിലൊരു തോക്കുള്ളത് പറയുന്നത്. അപ്പോൾ അത് പറയുന്നു ഉടനെ വേറെ ഇയാളുടെ കയ്യിൽ തോക്കുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ഐസ് ഉദ്യോഗസ്ഥർ ഇയാളെ വെടിവെക്കുന്നു. 10 വെടി ഏറ്റു. അയാൾ അന്നേരം തന്നെ മരിക്കുന്നു. അപ്പോൾ വളരെ അത് ചിത്രീകരിക്കുന്ന സ്ത്രീ ഇയാളെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് വളരെ ഖേദകരമായി അലറുന്ന വീഡിയോ ഒക്കെ കണ്ടു. അപ്പം വളരെ സങ്കടകരമായി തോന്നി. സർക്കാർ അതിനെ ന്യായീകരിച്ചുകൊണ്ട്, പ്രസിഡന്റ് അടക്കം ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അതാണ് ഏറ്റവും ഖേദകരമായി തോന്നുന്നത്. ഒരു വ്യക്തിയെ, നിരപരാധിയെ ഒരു വ്യക്തിയെ വെടിവെച്ച് വന്നിട്ട് അതിനെ ന്യായീകരിക്കാനായിട്ട് 130 ന്യായങ്ങൾ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇയാളുടെ ഈ തോക്കുണ്ടായിരുന്നു, അത് അനുവദനീയമായ തോക്കാണ്, അയാൾക്ക് കൊണ്ടു നടക്കാവുന്ന തോക്കാണ്, ലൈസൻസുള്ള തോക്കാണ്, അത് എപ്പോൾ വേണേലും അയാൾക്ക് കൊണ്ടു നടക്കാവുന്നതാണ്. അപ്പോൾ അത് അയാളുടെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം. അത് ചൂണ്ടിക്കാണിച്ചാണ്, ആ തോക്ക് കാണിച്ചാണ് പ്രസിഡൻറ്റും അതിനെ ന്യായീകരിച്ചത്. പക്ഷേ എന്തായാലും ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പിടികൂടുന്നതിൻ്റെ പേരിൽ ആളുകളെ വെടിവെച്ച് കൊല്ലാനും ഈ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനും ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത്? അതെങ്ങനെയാണ് അമേരിക്കയിൽ അത് നടക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ദ പീപ്പിളാണ്, ജനങ്ങളുടെ ഗവൺമെൻറ്. ഇതിപ്പോൾ ഗവൺമെൻറ് എഗൻസ്റ്റ് ദ പീപ്പിൾ, ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളെ കയറൂരി വിട്ടിരിക്കുന്നു. യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല അവർക്ക്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് 5 വയസ്സുകാരനെ പിടിച്ചിട്ട് ഒരു ഐസ് ഉദ്യോഗസ്ഥൻ പിടിച്ചിട്ട് അവൻ്റെ സ്കൂൾ ബാഗിൽ പിടിച്ച് ആ കൊച്ചിന് നിൽക്കുന്ന കാണണം. എന്നിട്ട് ആ കൊച്ചിനെയും കൊണ്ട് അപ്പനെ വാതിൽ തുറപ്പിച്ച് അപ്പനെ പിടികൂടി അപ്പനെയും കൊച്ചിനെയും കൂടെ ഡീറ്റൻഷൻ സെൻറ്ററിലേക്ക് മാറ്റിയിരിക്കുന്നു. എത്രയോ ഖേദകരമായൊരു കാര്യമാണ്. ഈ സമൂഹത്തിൽ ഒത്തുചേർന്ന് മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകൾ ഇങ്ങനെ അതിക്രൂരമായിട്ട് ചെയ്യുന്നത് ശരിയാണോ? ഈ ഇമിഗ്രേഷൻ അനിയന്ത്രിതമായ ഇമിഗ്രേഷനെ നമ്മളെല്ലാവരും എതിർക്കുന്നു. പക്ഷേ അതേസമയം തന്നെ ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്നവരും പ്രശ്നങ്ങളില്ലാത്തവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തവരും അങ്ങനെയുള്ള ആളുകളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത് ശരിയാണോ? ഇത് ആർക്ക് വേണ്ടിയാണ്? ഈ അമേരിക്ക ഏറ്റവും വലുതായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇന്ത്യയും ചൈനയും കഴിഞ്ഞാൽ ഏറ്റവും അധികം ജനസംഖ്യയുടെ രാജ്യമാണ് അമേരിക്ക. ഏകദേശം 34 കോടി ജനങ്ങളില്ലാതെ വന്നാൽ ഒരു രാജ്യവും മുന്നോട്ട് പോകില്ല. ചൈന ഇപ്പോൾ കിടന്ന് ചക്രശ്വാസം ഭരിക്കുകയാണ്. ഒരു കുട്ടി മതിയെന്നും പറഞ്ഞ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. 30-40 വർഷത്തിനിടയിൽ ചൈന പിന്നോക്കം പോകുന്നു. അപ്പോൾ കുട്ടികളില്ലാത്തതിൻ്റെ വിഷമതകൾ, അടുത്ത തലമുറ ഇല്ലാത്തതിൻ്റെ വിഷമതകൾ അവർ അനുഭവിക്കുന്നു. ഇപ്പോൾ അമേരിക്കയിലെ അനിയന്ത്രിതമായി കുടിയേറ്റം നമ്മളാരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, ഈ അതിർത്തി കടന്ന് ആർക്കും വരാവുന്ന രീതി. പക്ഷേ ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ ഈ ഇത്ര ക്രൂരമായിട്ടൊക്കെ പറഞ്ഞു വിടാൻ മാത്രമുള്ള കാര്യങ്ങൾ എന്താണെന്നാണ് മനസ്സിലാവാത്തത്. നിയമപരമായിട്ടല്ലാത്തവർ അവരെ പറഞ്ഞു വിടേണ്ടതുണ്ടെങ്കിൽ നിയമപരമായിട്ട് പറഞ്ഞു വിടാം. കുറ്റകൃത്യങ്ങളിലൊക്കെ പെടുമ്പോൾ അറസ്റ്റ് ചെയ്യാം, അവരെ ഡീറ്റൻഷൻ സെൻറ്ററിലാക്കാൻ പറഞ്ഞു വിടാം എന്നൊക്കെ അല്ലാതെ ഈ അവരെ ഓടിച്ചിട്ട് പിടിച്ച് ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇതിപ്പം പിടിയേറ്റ് കൊല്ലപ്പെട്ട ആ നിക്കോൾ ഗുഡ്, ആ സ്ത്രീയും ഇപ്പോൾ ആ പ്രെറ്റി എന്ന് പറഞ്ഞ അവരൊക്കെ അമേരിക്കൻ സിറ്റിസൺസാണ്. അവരൊക്കെ ഇതിനെതിരെ രംഗത്ത് വരുന്നു, ഈ ഐസിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ രംഗത്ത് വരുന്നു. അപ്പോൾ അത് പ്രകോപനം ഉണ്ടാക്കുന്നു. അതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനെ ഒരു ഭാഗം ന്യായീകരിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ തെറ്റായ കാര്യങ്ങൾ തെറ്റ് തന്നെയാണ്. അത് നമ്മൾ ഈ പോലീസിനെയൊക്കെ കയറൂരി വിടുന്ന ഒരവസ്ഥ, ആളുകളുടെ നേരെ കുതിര കയറിക്കോളൂ എന്ന് പറഞ്ഞ് കയറൂരി വിടുന്ന ഒരവസ്ഥ ഒരു കാരണവശാലും ശരിയല്ല. അത് അംഗീകരിക്കാനുമാവില്ല. ഒരു ജനാധിപത്യ രാജ്യത്തിന് ഒട്ടും ഭൂഷണമായ ഒരു കാര്യമല്ല നടക്കുന്നത്. ഇനിയിപ്പം മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് സ്റ്റേറ്റുകളിലേക്കും ഒക്കെ ഇത് വരുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിനെതിരെ ഒരു വിഭാഗം ആളുകൾ, ഈ ഡെമോക്രാറ്റുകളൊക്കെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഈ പ്രശ്നം ഇത്രയും വഷളായതെന്നുള്ള മറ്റൊരു കാര്യം. എന്തായാലും ഇത്തരം സംഭവങ്ങൾ നമ്മളെ അലോസരപ്പെടുത്തുന്നു. ആളുകൾക്ക്
പിന്നെ അമേരിക്ക അതിൻ്റെ ആ ഗ്രേറ്റ്നെസ് തിരിച്ചെടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുന്നത് പിന്നെ ഒരു പെരുദോഷമായിട്ട് നിലനിൽക്കുന്നു. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് എന്ന് പറഞ്ഞ് മറ്റു രാജ്യങ്ങളെ ആക്ഷേപിക്കുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ മറ്റു രാജ്യങ്ങളെപ്പറ്റി ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ വരും. എന്തായാലും ഇതിനൊരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്.